ഞാൻ എബിൻ ജോസ്, മുട്ടം സിബിഗിരി സെൻറ്റ് സെബാസ്റ്റ്യൻസ് ഇടവകാംഗമാണ്. ഞാൻ പഠിക്കുന്നത് സെൻറ്റ് ജോർജ് ഹയർ സെക്കൻഡറി സ്കൂൾ മോലക്കുടം +2. ഇപ്പോൾ എന്നോട് കൂടിയുള്ളത് ബഹുമാനപ്പെട്ട വികാരിയച്ഛൻ ഫാദർ സെബാസ്റ്റ്യൻ എട്ടുപറയിൽ അച്ഛനും മമ്മിയും ആൻറ്റിയുമാണ്. മുട്ടം സിബിഗിരി ഇടവകാംഗമായ എബിൻ ജോസ് ദൈവകൃപയാൽ അനുഗ്രഹീത ഗായകനാണ്. ഇടവകയിലെ ഗായകസംഘത്തിൽ സജീവമായ പങ്കാളിത്തത്തോടുകൂടി ദൈവം തനിക്ക് നൽകിയ കഴിവിനെ ദൈവമഹത്വത്തിനായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നു. എവിടെയെല്ലാം മത്സരത്തിൽ പങ്കെടുത്താലും അവിടെയെല്ലാം സമ്മാനങ്ങൾ നേടുവാനായിട്ട് ദൈവം എബിന് കൃപ നൽകിയിട്ടുണ്ട്. ദൈവം നൽകിയ കഴിവ് എബിനും എബിൻ്റെ കുടുംബത്തിനും ദൈവാനുഗ്രഹപ്രദമായി തീരട്ടെ എന്ന് ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. വളരെ ചെറുപ്പം മുതൽ നന്നായി പാടുമായിരുന്നു എബിന്. അതിനാൽ നന്നായിട്ട് പാടുന്നതിനുള്ള ആ ദൈവാനുഗ്രഹത്തെ ഞങ്ങൾ ഏറ്റവും കൂടുതലായിട്ട് മഹത്വപ്പെടുത്തുന്നു. ഞങ്ങൾ ദൈവത്തിന് നന്ദി പറയുന്നു. ഞാനിന്നിവിടെ പാടാൻ പോകുന്ന ഗാനം കന്യാമേരി മാതാവേ എന്നുള്ള ഗാനമാണ്. ഈ പാട്ട് തിരഞ്ഞെടുക്കാൻ എന്നിൽ ആകൃഷ്ടമായത് മാതാവിനോടുള്ള ഭക്തിയാണ്. അതിനാൽ തന്നെ ഞാൻ ഈ പാട്ട് തിരഞ്ഞെടുക്കുകയും ഇത് പാടുകയും ചെയ്യുന്നു. കൽപ്പാന്തകാലവും കാത്തുകൊള്ളേണമേ കർത്താവിൻ കൃപയുള്ള മാതാവേ. കന്യാമേരി മാതാവേ, കന്യാമേരി മാതാവേ, കരുണ ചൊരിയുന്ന മാതാവേ. കൽപ്പാന്തകാലവും കാത്തുകൊള്ളേണമേ കർത്താവിൻ കൃപയുള്ള മാതാവേ. കന്യാമേരി മാതാവേ. നോമ്പും നോറ്റു സന്നിധിയിൽ വന്നു മുട്ടുകുത്തിപ്പാടുമെൻ്റെ ദുഃഖം. നോമ്പും നോറ്റു സന്നിധിയിൽ വന്നു മുട്ടുകുത്തിപ്പാടുമെൻ്റെ ദുഃഖം. തൊട്ടുതലോടിയകത്തിനി ജീവൻ വെട്ടം ചൊരിയുന്ന മാതാവേ. കന്യാമേരി മാതാവേ, കന്യാമേരി മാതാവേ, കരുണ ചൊരിയുന്ന മാതാവേ. കൽപ്പാന്തകാലവും കാത്തുകൊള്ളേണമേ കർത്താവിൻ കൃപയുള്ള മാതാവേ. കന്യാമേരി മാതാവേ. അമലോത്ഭവയായ മാതാവേ എന്നും മാലാഖമാരുടെ രാജ്ഞി നീ.
കൽപ്പാന്തകാലവും കാത്തുകൊള്ളേണമേ കർത്താവിൻ കൃപയുള്ള മാതാവേ. കന്യാമേരി മാതാവേ, കന്യാമേരി മാതാവേ, കരുണ ചൊരിയുന്ന മാതാവേ, കൽപ്പാന്തകാലവും കാത്തുകൊള്ളേണമേ കർത്താവിൻ കൃപയുള്ള മാതാവേ. കന്യാമേരി മാതാവേ. ഞാൻ ബിറ്റിമോൾ ബാബു. എൻ്റെ വീട്ടുപേര് കാരക്കുന്നേൽ എന്നാണ്. എൻ്റെ ഇടവകപ്പള്ളിയുടെ പേര് സെൻറ് അഗസ്റ്റിൻസ് ചർച്ച് കുടയത്തൂർ. ഞാൻ 5ാം സ്റ്റാൻഡേർഡിലാണ് പഠിക്കുന്നത്. എൻ്റെ സ്കൂളിൻ്റെ പേര് സെൻറ് ജോർജ് UPS മൂലമറ്റം എന്നാണ്. ഇതെൻ്റെ പപ്പ, ഇതെൻ്റെ മമ്മി, ഇതെൻ്റെ ചേച്ചി. ബിറ്റിമോൾ വളരെ ചെറുപ്പം മുതലേ നല്ല പാട്ട് പാടാൻ കഴിവുള്ളൊരു കുട്ടിയാണ്. 3 വയസ്സുള്ളപ്പോൾ കുഞ്ഞ് ആദ്യമായി സ്റ്റേജിൽ കയറി പാടുവാനുള്ളൊരു അവസരം കുഞ്ഞിന് കിട്ടുകയും ദൈവാനുഗ്രഹത്താൽ നല്ലപോലെ പാട്ട് മുൻപോട്ട് കൊണ്ടുപോകാനും സാധിക്കുന്നുണ്ട്. സ്കൂളിലും സൺഡേ സ്കൂളിലും ക്ലാസ്സിൽ ഫസ്റ്റായിട്ട് തന്നെയാണ് പഠിച്ചു വരുന്നത്. പള്ളിയിലെ കൊയറിലുള്ളതാണ് കുട്ടി. 2 പേരും ചേട്ടത്തി അനിയത്തി അവർ കൊയറിലുള്ളതാണ്. ദൈവം കൊടുത്തിരിക്കുന്ന ഈ അനുഗ്രഹത്തിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, ദൈവത്തിന് നന്ദി പറയുന്നു. ഇന്ന് ഞാനിവിടെ പാടാൻ പോകുന്നത് ഒരു നാളും താങ്ങാനാവാത്ത ഭാരം എന്ന ഗാനമാണ്. ഈ പാട്ട് സെലക്ട് ചെയ്യാനുള്ള കാരണം ഈശോ എല്ലാ ഭാരങ്ങളും വഹിച്ചോളും എന്ന ഒരു സന്ദേശവും കൂടെ ഈ ഗാനത്തിനുണ്ട്. ഒരു നാളും താങ്ങാനാവാത്ത ഭാരം, പ്രിയരേതും അറിയാതുള്ളൊരു ഭാരം, എൻ ചുമലിൽ ഞാനറിഞ്ഞു, എൻ ഹൃദയം ചോര ചിന്തി യേശു വന്നു താങ്ങുവാൻ.
എൻ്റെ പേര് സുബിൻ ജോർജ്. ഇതെൻ്റെ ഇടവക അറക്കുളം പുത്തമ്പള്ളി. ഞാൻ +1 ക്ലാസ്സിൽ പഠിക്കുന്നു. അറക്കുളം സെൻറ്റ് മേരി സ്കൂളിലാണ് ഞാൻ പഠിക്കുന്നത്. ഇത് ഇടവക വികാരി ജോസഫ് കൊച്ചുപറമ്പിൽ അച്ഛൻ. ഇതെൻ്റെ അച്ഛൻ ബേബി മാത്യു. ഇതെൻ്റെ അമ്മ സാലിക്കുട്ടി. എൻ്റെ അനിയൻ ബിബിൻ. വളരെ സന്തോഷമുണ്ട്. സുബിൻ ഈ ഇടവകയിലെ അംഗമാണ്, സജീവ അംഗമാണ്. കൊയറിൽ നന്നായി പാടുന്നു. എല്ലാവർക്കും വളരെ അഭിമാനമാണ്. സുബിന് എല്ലാ ആശംസകളും നേരുകയാണ്. സ്കൂളിൽ +1 പഠിക്കുന്നു. പഠനത്തോടൊപ്പം തന്നെ സംഗീതത്തിലും പ്രത്യേകമായിട്ട് അഭിരുചി കാണിക്കുന്നുണ്ട്. അതെല്ലാവർക്കും സന്തോഷമുള്ളൊരു കാര്യമാണ്. ഞാനിന്നിവിടെ പാടാൻ പോകുന്ന പാട്ട് ദാഹിച്ച് കഴിയുന്ന ദൈവമേ എന്നുള്ള പാട്ടാണ്. ഈ പാട്ടിൽ നിന്ന് എനിക്ക് കിട്ടുന്ന സന്ദേശം, ദാഹിച്ച് കഴിയുന്ന വേഴാമ്പലിന് ജലം ആശ്വാസമായി നൽകുന്ന പോലെ നമ്മുടെ കഷ്ടപ്പാടും ദുഃഖങ്ങൾക്കും ഈശോ അറുതി വരുത്തുമെന്ന പ്രത്യാശയാണ് എനിക്ക് ഈ പാട്ടിലൂടെ ലഭിക്കുന്നത്. കേഴുന്നു ഞാൻ ദൈവമേ, വേനലിൽ വേഴാമ്പലെന്ന പോ ഭാരത്താൽ വലയുന്നു ഞാൻ ദേവാ, കൂരിരുൾ തിങ്ങുന്ന വീതി ലളിത ഹൃദയത്തിൽ വന്നു നീ വേദനമായി ചിടണേ എന്നേശുവേ, വേദനമായി ചിടണേ. ദാഹിച്ചു കേഴുന്നു ഞാൻ ദൈവമേ, വേനലിൽ വേഴാമ്പലെന്ന പോ തേങ്ങുന്നെന്നുള്ളം പ്രിയനേ എന്നാകാ, ഭീതിതനായി ഞാൻ നടന്നു. തേങ്ങുന്നെന്നുള്ളം പ്രിയനേ എന്നാകാ, ഭീതിതനായി ഞാൻ നടന്നു. ഒടുവിൽ നീ വന്നിടൂ, സൗഖ്യം പകർന്നിടൂ, ആശ്വാസദാതാവാമേശുവേ. ഒടുവിൽ നീ വന്നിടൂ, സൗഖ്യം പകർന്നിടൂ, ആശ്വാസദാതാവാമേശുവേ. ദാഹിച്ചു കേഴുന്നു ഞാൻ ദൈവമേ, വേനലിൽ വേഴാമ്പലെന്ന പോ മായാത്ത സ്നേഹം തുകു നീ ഇന്നെന്നിൽ, യേശുനാഥായൻ പരനേ. മായാത്ത സ്നേഹം തുകു നീ ഇന്നെന്നിൽ, യേശുനാഥായൻ പരനേ. ഒടുവിൽ നീ വന്നിടൂ, സൗഖ്യം പകർന്നിടൂ, ആശ്വാസദാതാവാമേശുവേ. ഒടുവിൽ നീ വന്നിടൂ, സൗഖ്യം പകർന്നിടൂ, ആശ്വാസദാതാവാമേശുവേ. ദാഹിച്ചു കേഴുന്നു ഞാൻ ദൈവമേ,
സിബി എന്നാണ്. ഞാൻ പഠിക്കുന്നത് സെൻറ്റ് മേരീസ് GHSS പാലായിലാണ്. ഞാൻ ലാളം പഴയപള്ളിയിലെ ഒരു അംഗമാണ്. എൻ്റെ കൂടെ വന്നിരിക്കുന്നത് വികാരി അച്ഛനാണ്. വികാരി അച്ഛൻ്റെ പേര് ഫാദർ സെബാസ്റ്റ്യൻ പടിക്കക്കുടുപ്പിലച്ഛനാണ്. അസിസ്റ്റൻറ്റ് വികാരീസ് ഫാദർ ജോസഫ് നരിതൂക്കിൽ അച്ഛനും ഫാദർ അലക്സ് പൈകയുടെ അച്ഛനുമാണ്. എൻ്റെ കൂടെ വന്നിരിക്കുന്നത് പപ്പ, അമ്മ, അനിയൻ. അനില സിബി മഞ്ചാടിപ്പറമ്പിലെ ഈ ഇടവക സൺഡേ സ്കൂളിൽ സജീവമായി പ്രവർത്തിച്ചു വരികയും ഒപ്പം സൺഡേ സ്കൂളിൻ്റെ എല്ലാ പ്രവർത്തനങ്ങളിലും സഹകരിക്കുകയും ചെയ്യുന്നൊരു വിദ്യാർത്ഥിനിയാണ്. ഞായറാഴ്ച ദിവസങ്ങളിലെ ഗായിക സംഘത്തോടൊന്നു ചേർന്നുകൊണ്ട് വിശുദ്ധ കുർബാനയിൽ ഗാനം ആലപിച്ചും അതുപോലെ സൺഡേ സ്കൂളിലെ തൻ്റെ സജീവമായ പ്രവർത്തനത്തിലൂടെ സൺഡേ സ്കൂളിന് ഏറെ നവോന്മേഷവും നൽകിക്കൊണ്ട് പോകുന്ന കുട്ടിയാണ്. എല്ലാവിധ ഭാവുകങ്ങളും ഈ മോൾക്ക് കലാരംഗത്ത് പാട്ടിൻ്റെ രംഗത്ത് വളരുവാനുള്ള അഭിനന്ദനങ്ങളും ആശംസകളും അർപ്പിക്കുന്നു. ലാലം പഴയപള്ളിയിലെ 6ാം ക്ലാസ് വിദ്യാർത്ഥിനിയായ അലീന സിബി സംഗീത ലോകത്തിന് വലിയ ഒരു മുതൽക്കൂട്ടാണ്. നിരവധി വർഷങ്ങളിൽ സ്കൂളിലെ കലാ മത്സരങ്ങളിൽ സമ്മാനങ്ങൾക്ക് അർഹയാവുകയും നമ്മുടെ തന്നെ മിഷൻ ലീഗിൻ്റെ കലാമത്സരങ്ങളിൽ തുടർച്ചയായിട്ട് 3 വർഷം ഗാനങ്ങൾക്ക് സമ്മാനങ്ങൾ നേടുകയും ഉണ്ടായി. ദൈവാനുഗ്രഹപ്രദമായ ധാരാളം അവസരങ്ങൾ അലീനയ്ക്ക് കിട്ടുന്നുണ്ട്. നമുക്കും ഒന്നു ചേർന്ന് അലീനയ്ക്ക് ആശംസകൾ അർപ്പിക്കാം. ഞാൻ പാടാൻ പോകുന്ന പാട്ട് കുഞ്ഞാറ്റ കളികളുടെ എന്ന ഗാനമാണ്. പപ്പായുടെ മൊബൈലിൽ ഒത്തിരി പ്രാവശ്യം ഞാൻ ആ പാട്ട് കേട്ടിട്ടുണ്ട്. എനിക്ക് വളരെ ഇഷ്ടമുള്ളൊരു പാട്ടാണ്. അതുകൊണ്ടാണ് ഞാനത് തിരഞ്ഞെടുത്തത്.